ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. എന്താണ് നടക്കുന്നത്? ഇല്ല, സമാധാനമായിട്ട് അങ്ങനെ സിനിമ ഇറക്കാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലേ? അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല, 2026 ജനുവരി 9 പൊങ്കൽ റിലീസിനെത്തുന്ന ദളപതി വിജയ് നായകനായ ചിത്രം ജനനായകൻ. എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത്, അനിരുദ്ധ് രവിചന്ദ്രാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്, കെവിൻ പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ജനുവരി 9 റിലീസ് വച്ചു. എപ്പോഴേ റിലീസ് ഡേറ്റ് വെച്ചു, ജനുവരി 9 പൊങ്കൽ 2026 റിലീസെന്ന്. ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല ഇതുവരെ. ഐ ബിലീവ് റിപ്പോർട്ട്സ് പ്രകാരം ഡിസംബർ ലാസ്റ്റ് വീക്ക് അതോ തേർഡ് വീക്കിലോ സെൻസറിന് ജനനായകൻ കൊടുത്തായി. സെൻസാർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് സെൻസറിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ജനനായകൻ സിനിമ. ഇതുവരെ ജനനായകന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അതറിയാം, ദളപതി സിനിമയ്ക്ക് പ്രശ്നങ്ങളില്ലാതെ ഒരു സിനിമയും ഇറങ്ങിയിട്ടില്ല. പ്രശ്നങ്ങളില്ലാതെ ഇറങ്ങുന്നതൊന്നും ദളപതി സിനിമയും അല്ല. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. അപ്പോൾ ദളപതി സിനിമയുടെ കൂടെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടായിരുന്നു, ഒരു പൊളിറ്റിക്കൽ പടം തന്നെയാണ്. ഒരു ഇന്ത്യയിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നടന്ന ഒരു വലിയ കാര്യത്തിനെ ആസ്പദമാക്കി വരുന്ന കോൺട്രവേഴ്സ്യലായ ഇഷ്യൂ ഉള്ളൊരു സിനിമ. അത് ദളപതി വിജയ് നായകനായ ജനനായകന് ശേഷം കൊടുത്ത സെൻസർ ബോർഡിൽ കൊടുത്ത ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയായി. പക്ഷെ അതിന് മുമ്പേ കൊടുത്ത ദളപതി വിജയുടെ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും സെൻസർ ബോർഡ് കൊടുത്തിട്ടില്ല. സെൻസർ സർട്ടിഫിക്കറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്തുമായിക്കട്ടെ, ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. എന്താണ് കൊടുക്കാത്തത്? അതിൽ പൊളിറ്റിക്സിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും കുത്തി നോവിക്കുന്നത് പോലത്തെ സംസാരങ്ങൾ അതിലുള്ളത് കൊണ്ടാണോ, ഇനി ഉള്ളത് കൊണ്ടാണോ, വയലൻസ് അതുകൊണ്ടാണ് ഇത്രയും ആലോചിക്കുന്നത്? സ്ട്രിക്ട്ലി പൊളിറ്റിക്കൽ, സ്ട്രിക്ട്ലി വന്മം. ദളപതി വിജയുടെ ഒരു പടം വരുമ്പം പ്രശ്നങ്ങളില്ലാതെ ഇതുവരെ അങ്ങനെ പടങ്ങൾ ഇറങ്ങിയിട്ടില്ല. അത് എല്ലാ സിനിമയിലും, അതായത് തലേവ സിനിമ ടൈം ടു ലീഡ് എന്നൊരു ടൈറ്റിൽ കൊടുത്തതിനാണ് അവർ 1 മാസത്തോളം തമിഴ്നാട്ടിൽ റിലീസ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചത്. അതായത് പിടിച്ചു വെച്ചത്, ഇറക്കാൻ പറ്റില്ലെന്ന്. എന്നിട്ട് കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം റിലീസ് ചെയ്തതിന് ശേഷമാണ് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി എത്ര പടങ്ങൾ, മിക്ക പടങ്ങളും, ദളപതി വിജയുടെ മിക്ക പടങ്ങളിലും പ്രശ്നങ്ങളില്ലാത്ത ഒരു പടവും വന്നിട്ടില്ല. എന്തെങ്കിലും ഇപ്പോൾ ഏറ്റവും വളരെ റീസെൻ്റായിട്ട് തന്നെ നിങ്ങൾ ലിയോ എടുത്തു നോക്ക്. ഒരു പാട്ട് നാരടിതാം വരവാല് സിഗരറ്റ് വലിച്ചുകൊണ്ട് വരുന്നപ്പോൾ വിജയ് വലിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് എല്ലാവരും വലിക്കുമെന്ന്, അത് നാടിന് ആപത്താണെന്ന്. ഇതിന് വേറൊരു നടന്മാരും സിഗരറ്റൊന്നും വലിച്ചിട്ടില്ല, വേറൊരു നടന്മാരും കള്ളൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ നാടിന് ആപത്തൊന്നുമില്ല. വിജയ് വലിച്ചപ്പോഴാണ് നാടിന് ആപത്ത്, അതെല്ലാവരും കണ്ടു പഠിക്കുമെന്ന്, പുകയില എന്നുള്ള പാട്ടിൽ വരികളൊക്കെ വരുന്നെന്ന്. അങ്ങനെ അതായത് ഈ വടിവേലിൻ്റെ ഒരു പഴയ സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് உங்களுக்கு വന്ന രത്തോ എങ്ങൾക്ക് വന്ന തക്കാളി ചട്നിയാ. അതാണ് മറ്റാര് ചെയ്താലും അത് നോർമലാണ്, വിജയ് ചെയ്താൽ തെറ്റാണ്, ദളപതി ചെയ്താൽ തെറ്റാണ്. ഇതുവരെ സർട്ടിഫിക്കറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. അതിനൊരു ചെറിയ ന്യൂസ് വന്നിട്ടുണ്ട്, അതായത് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അത് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇതുവരെ അപ്ഡേറ്റ്, അതായത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇത് മാത്രമല്ല, ഇനി ഇപ്പം മെർസൽ ഇറങ്ങിയപ്പം അങ്ങനത്തെ ഇഷ്യൂകൾ, അത് പൊട്ടിട്ട, അത് മുസ്ലിം, എന്തൊക്കെ വിജയ്ക്ക് വരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നിതാണ്, ദളപതി വിജയുടെ പടം എപ്പോൾ ഇറങ്ങിയാലും പ്രശ്നങ്ങളുണ്ടാവും. പൊളിറ്റിക്സുമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് സിനിമയിൽ സംസാരിക്കുമ്പോൾ അത് പുറത്ത് ബാധിക്കുന്നു, കാരണം ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുകൊണ്ട് പുറത്ത് ബാധിക്കുന്നൊക്കെ പേടിച്ചിട്ടാണ്. ഇപ്പോൾ തന്നെ കത്തിയിലെ സീനും കൊക്കോകോള സീനും കാര്യങ്ങളും മറ്റേ ടണലിൻ്റെ അപറച്ചുള്ള ആ ഒരു മൈക്ക് സീനുകളും കാര്യങ്ങളൊക്കെ എത്രമാത്രം സംസാര വിഷയമായിക്കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ BJPക്കെതിരെ വിജയ് സംസാരിക്കുന്നത്, അതിപ്പോൾ മെർസലിലെ ക്ലൈമാക്സ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വരുന്ന സിനിമകളിലെല്ലാം
സോഷ്യലി പൊളിറ്റിക്കൽ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ റിലവൻറ്റ് ഇഷ്യൂ ഒക്കെ പറഞ്ഞ് അതെല്ലാവർക്കും കൊള്ളുന്നുണ്ട്. അതായത് ഇപ്പം ഭരണ പാർട്ടി ആയാലും ഭരണം ഇരുന്ന പാർട്ടിക്കായാലും എല്ലാവർക്കും കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇനിയും കൊടുത്താൽ ഇവൻ, അല്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ സംസാരിച്ച ഇവൻ ഇൻഫ്ലുവൻസ് ചെയ്ത ആളെല്ലാം മയക്കി വീണ്ടും അടുത്ത വർഷം CM ആയിക്കുന്ന പേടി. ടു ബി ഓണസ്റ്റ് ഭയങ്കര വൾഗാരിറ്റിയിലാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതായത് വേറൊരാളുടെ പടത്തിൽ ഇഷ്യൂ ഒന്നും വരാറില്ല, വേറൊരാളുടെ പടത്തിൽ ഇങ്ങനത്തെ മാറ്ററും സംസാരവും ഒന്നുമില്ല. ദളപതി വിജയുടെ പടത്തിന് വരുമ്പോഴാണ്. അപ്പോൾ ജനുവരി 9 റിലീസ് ചെയ്യേണ്ട പടം ഇതുവരെ അവർ സെൻസാർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം ഇത്ര നാളായിട്ടും അവർ അത് വെരിഫൈ ചെയ്ത് തീർന്നില്ല അല്ലേ. മാക്സിമം ഇട്ട് വലിപ്പിക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും അവരുടെ എല്ലാ സീൻസുകളും കളഞ്ഞ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് കളയേണ്ടതായിട്ട് ആവശ്യമുള്ള സീൻസൊക്കെ കളയേണ്ട രീതിക്ക് എങ്ങനെയും സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതിൽ ഭയങ്കര കഴിവേറികളെന്ന് വെച്ചാൽ അങ്ങനെയാണ്. കാരണം ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് അത്രമാത്രം പുള്ളിക്കാരന്. പിന്നെ ദളപതിക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. പുള്ളിക്ക് സിനിമയിലായാലും അപ്പോൾ പൊളിറ്റിക്സിലായാലും പുള്ളിയെ ഇപ്പോഴും നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പുള്ളി വളർന്നു പോകുന്നത്. അതായത് നിങ്ങൾ പുള്ളിയെ സത്യം പറഞ്ഞാൽ വളർത്തി വിടുകയാണ്. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. കാരണം പുള്ളിക്കാരനെ നിങ്ങൾ വളർത്തി വിടുകയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു എന്താ പറയുക, എല്ലാ സിനിമകളും വേറൊരു സിനിമാ നടനും ഒരു പ്രശ്നമൊന്നുമില്ല. അവരുടെ സിനിമയൊക്കെ സ്മൂത്തായിട്ട് ഇറങ്ങുന്നു, തിയേറ്റർക്കൊക്കെ സ്മൂത്തായിട്ട് കിട്ടുന്നു, വേറെ ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾ സർക്കാർ സിനിമ റിലീസിന് മുമ്പ് സർക്കാർ ദളപതിയുടെ കട്ടൗട്ടും കാര്യങ്ങളെല്ലാം വലിച്ചു കയറി, കാരണം സർക്കാരിൽ പൊളിറ്റിക്സ് പറഞ്ഞ്. അപ്പം വേറെ ഒരാൾക്കും സത്യം പറഞ്ഞ് ഞാൻ ഉള്ളത് പറയാം, വേറെ ഒരാൾക്ക് അങ്ങനെ ഒരു നട്ടല്ലോ പോലത്തെ സംസാരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോൾ രജനി കമലഹാസനെല്ലാം കണക്കാണ്, വായ്ത്താളല്ലാതെ ഒന്നും ഒരിതുമില്ല. ഇറങ്ങി ഇന്ന് ഏത് സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചാണ് രജനിയും കമലഹാസനൊക്കെ സംസാരിച്ചിട്ടുള്ളത്? കുറച്ച് ബുക്ക് പഠിച്ചതുപോലത്തെ സംസാരങ്ങളല്ലാതെ വേറെന്താ? ഇതിപ്പം രജനിയുടെ ഒരു പടം അല്ലെങ്കിൽ കമലഹാസൻ്റെ ഒരു പടമാണ് ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ ഇവർ ഇത്രയും പിടിച്ചൊക്കെ വയ്ക്കുമായിരുന്നു. അപ്പോൾ ഇത് രജനി, കമൽ, അജിത്ത് ഇവരുടെയൊക്കെ അല്ല പ്രശ്നം, വിജയാണ് പ്രശ്നം അവിടെ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജനനായകൻ വേറൊരു നടൻ്റെ സിനിമയാണെങ്കിൽ എപ്പോഴാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്താൽ വിജയാണ് പ്രശ്നം. പിന്നെ ദളപതിക്ക് പ്രശ്നം പുതിയതൊന്നുമല്ല. പ്രശ്നങ്ങളില്ലാതെ ദളപതി പടവുമില്ല, പ്രശ്നങ്ങളില്ലെങ്കിൽ അതൊരു ദളപതി പടവും അല്ല. അതുകൊണ്ട് വീണ്ടും ഇഷ്യൂവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ സിനിമ ഇറക്കും, അടിക്കേണ്ട റെക്കോർഡുകൾ അടിച്ചിട്ട് പോവുകയും ചെയ്യും. അതിന് കൂടെ ഏത് 4-5 പടം ഇറക്കിയാലും ശരി, 4-5 റിലീസുകൾ ഇറക്കിയാലും ശരി, എന്തൊക്കെ തൈരുകൾ ചെയ്താലും ശരി, അങ്ങേര് വന്ന് അങ്ങേരെ ആവശ്യമുള്ള അങ്ങേരെ എടുത്തിട്ട് അങ്ങേര് പൊയ്ക്കോളും. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും നാളായിട്ടും സെൻസർ ബോർഡിന് സിനിമ ചെയ്യാൻ പറ്റിയില്ലല്ലോ, വെരിഫൈ ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് എന്തോ പൂർത്തി വെച്ചിരിക്കുവാണ് ഇവിടെ. അതിന് ശേഷം കൊടുത്ത പടങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പൊങ്കലിൽ റിലീസ് തന്നെയെല്ലാം നിങ്ങൾ കൊടുത്തായി. കഷ്ടമുണ്ടടേ.